അപമാനിക്കുന്നതിന് ഒക്കെ ഒരു പരിധിയുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊണ്ടുവരെ തന്തയ്ക്ക് വിളിപ്പിക്കുക, വ്യാപകമായി വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുക. എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും ജി സുധാകരൻ എന്ന വ്യക്തി ഒരു കുലങ്കുത്തിയാണ്, വർഗവഞ്ചകനാണ്, നയമില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ് എന്ന് പ്രചരിപ്പിക്കുക. 2020 മുതൽ ജി സുധാകരനെ ആക്രമിച്ചു തുടങ്ങിയതാണ് CPM. അദ്ദേഹം ഇന്നും വളരെ വേദനയോടെ, ഹൃദയവേദനയോടെ നടത്തിയ CPMലെ ചില ആളുകൾ നടത്തിയ, പ്രത്യേകിച്ചും സജി ചെറിയാൻ, നാസർ, എച്ച് സലാം തുടങ്ങിയവർ പിണറായി വിജയന് വേണ്ടി നടത്തിയ ആ ഒരു ആക്രമണത്തെക്കുറിച്ച് വികാരവായ്പോടെ, വികാരാധീനായി ആ മനുഷ്യൻ സംസാരിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പാർട്ടി പാരമ്പര്യം. പണ്ടുകാലത്ത് SFI നേതാക്കൾ, ഇദ്ദേഹം SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ജി സുധാകരൻ സിന്ദാബാദ്, സി ഭാസ്കരൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവുകളിൽ, കേരളത്തിലെ തെരുവുകളിൽ അന്നത്തെ SFI നേതാക്കൾ നടന്നത് എല്ലാവർക്കും, ആ ഒരു തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതിശക്തനായ പാർട്ടിയുടെ ധീരനായ നേതാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദീർഘകാലം പ്രവർത്തിച്ച നേതാവ്. അഴിമതി ലവലേശമില്ല, 10 കൊല്ലം മന്ത്രിയായിരുന്നു. അതും അഴിമതിക്ക് എല്ലാവിധ സാധ്യതകളുമുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. 1 രൂപയുടെ അഴിമതി ആ മനുഷ്യൻ നടത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ അവഗണിക്കാൻ, അദ്ദേഹത്തെ ഒഴിവാക്കാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ സജി ചെറിയാനും കൂട്ടർക്കും പ്രേരകമായത്. അതും പിണറായി വിജയന് വേണ്ടി. വേറൊന്നുമല്ല, പിണറായി വിജയന് പകരക്കാരനായി ജി സുധാകരൻ കടന്നു വന്നാലോ, ജി സുധാകരനെ എങ്ങാനും മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നാലോ സീനിയോറിറ്റിയൊക്കെ പ്രശ്നമാണല്ലോ. ഇദ്ദേഹം 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് 58 യോഗങ്ങളിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു, ഈ എച്ച് സലാം എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി. എന്നിട്ടും സുധാകരൻ വേണ്ടത്ര ജാഗ്രത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കാൻ വരെ ശ്രമിച്ചതാണ് ഈ പിണറായി വിജയൻ. ഒരു നേതാവിനെ, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആക്രമിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിന്, അപമാനിക്കുന്നതിന്, അവഹേളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ കേരള നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായി ജി സുധാകരൻ വരികയാണ്. ജി സുധാകരൻ്റെ അനുമതിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായിയും എത്തുന്നത്, പ്രതിപക്ഷ MLA-മാരും ഒക്കെ തന്നെ. ഇതൊരു നിയോഗമാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, കാലം കടന്നു പോകുമ്പോൾ നമ്മൾ കുത്തിയവർ നമ്മെ നോക്കി പുഞ്ചിരിക്കും. ആരോടും പകയില്ല ജി സുധാകരന്, ആരോടും വിരോധമില്ല, ആരോടും വ്യക്തിവിരോധമില്ല, ആരോടും ഒന്നും പറയാനില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയും. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ആയിരിക്കണം. ജി സുധാകരനെ ഇല്ലാതാക്കാൻ വർഷങ്ങളായി ആലപ്പുഴയിൽ ഒരു വലിയ CPM ലോബി, പിണറായി ലോബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തം. എന്നിട്ടും പിണറായി മുഖ്യമന്ത്രിയായി വരണം എന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ജി സുധാകരൻ പറഞ്ഞത്. അതാണ് ആ മാന്യത, അതാണ് പാർട്ടിയോടുള്ള, കമ്മ്യൂണിസത്തോടുള്ള, ഒരുമിച്ച് ജോലി ചെയ്ത സ്വന്തം സഖാക്കളോടുള്ള ആ കൂറ്. അതിനെപ്പോലും വിലവെക്കാതെ സുധാകരനിട്ട് അടിവലിക്കാനും, സുധാകരനെ അപമാനിക്കാനും, ഇല്ലാതാക്കാനും ശ്രമിച്ച ആളുകൾക്ക് കൃത്യമായ മറുപടി, തക്കതായ മറുപടി ജനങ്ങളാണ് കൊടുത്തത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് കൊടുത്തത്. ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിലായാലും ഇതുതന്നെയാണ് കണ്ണൂരിൽ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ സംഭവിച്ചത്. യഥാർത്ഥ സഖാവിനെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ, തെറ്റ് തിരുത്താൻ പറയുന്നവനെ, അവനെ ഇല്ലാതാക്കണം. ഏകാധിപത്യം അവിടെ നടപ്പിലാകണം. പിണറായി അല്ലാതെ മറ്റാരുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചതുപോലെ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇനിയും നടന്നാൽ ഇനിയും ധാരാളം ജി സുധാകരന്മാർ ഉണ്ടാകും. അവരെയൊക്കെ ജനങ്ങൾ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ലോക്കൽ കമ്മിറ്റി മെമ്പറെ കൊണ്ട് പറഞ്ഞ് അച്ഛനെ വിളിപ്പിച്ചു, മരിച്ചുപോയ അച്ഛനെ വിളിപ്പിച്ചു, ക്രൂരമായ അസഭ്യം പറഞ്ഞു, ഇല്ലാത്ത കഥകൾ പടച്ചുണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വരെ ആക്രമിച്ചു. ഇതൊക്കെ സജി ചെറിയാനും നാസറും സലാമും കൂടി ചെയ്ത ചെയ്ത്താണ് എന്നത് പകൽ പോലെ വ്യക്തം. എന്നിട്ട് സജി ചെറിയാൻ എന്ത് നേടി? നാസർ എന്ത് നേടി? സലാം എന്ത് നേടി? ഒന്നും നേടിയില്ല. ജനങ്ങൾ നിങ്ങളെ ചവിട്ടി എറിഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജി സുധാകരനെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി. തീർച്ചയായിട്ടും ആ മനുഷ്യനെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അത്ര വേദനയോടുകൂടിയാണ് അദ്ദേഹം ഈ വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് തോന്നി. കാരണം ഒരു വ്യക്തിയെ, ഒരു കമ്മ്യൂണിസ്റ്റിനെ, നമ്മളാരും കമ്മ്യൂണിസത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾക്കോ എതിരല്ല. പക്ഷേ അകാരണമായി ഒരു വ്യക്തിയെ ഒതുക്കാൻ, ഇല്ലാതെയാക്കാൻ, നശിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.